അമേഠിയിൽ നിന്ന് 2000 കിലോമീറ്റർ കടന്നെത്തിയാൽ വയനാട്ടിൽ നിന്ന് ഒരു ചുവട് വെച്ചാൽ തമിഴ്നാടോ കർണാടകയോ രാഹുൽ തരംഗമടിച്ചാൽ ദക്ഷിണേന്ത്യ കയ്യിൽ പോരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. പ്രകമ്പനത്തിന്റെ പ്രഭവകേന്ദ്രം വയനാടാകുമോ എന്നാണ് ദേശീയ രാഷ്ട്രീയം ഇനി ഉറ്റുനോക്കുക. ഗോതമ്പ് പാടങ്ങളുടെ അമേഠിയിൽ നിന്ന് നെല്ലും കാപ്പിയും കുരുമുളകും വിളയുന്ന വയനാട്ടിലേക്കാണ് ചുരം കയറുന്നത്. അതിർത്തി പങ്കിടുന്നത് തമിഴ്നാടും കർണാടകയും. ചുറ്റുമുള്ളത് 8 ലോക്സഭാ മണ്ഡലങ്ങൾ. കണ്ണൂരും വടകരയും കോഴിക്കോടും മലപ്പുറവും പാലക്കാടും. പിന്നെ കർണാടകയിലെ മൈസൂരുവും ചാമരാജനഗറും തമിഴ്നാട്ടിലെ നീലഗിരിയും. ചാമരാജനഗർ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയാണ്. നീലഗിരി കോൺഗ്രസിന്റെ സഖ്യകക്ഷി DMKയുടെ സീറ്റും. കുടക് ഉൾപ്പെട്ട മൈസൂരു എങ്ങോട്ടും ചായാം. നിലവിൽ BJPയുടെ ഈ സിറ്റിംഗ് സീറ്റ് രാഹുൽ ഇഫക്റ്റിൽ ഇളകിയാടാം. അതിർത്തികൾ കടന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും രാഹുൽ തരംഗം ആഞ്ഞടിച്ചാൽ വയനാടും രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാകും. നിയമസഭാ കണക്കുകളിൽ അമേഠിയേക്കാളും സുരക്ഷിതമാണ് രാഹുലിന് വയനാട്. അമേഠിയിലെ 5-ൽ ഒറ്റ നിയമസഭാ സീറ്റും കോൺഗ്രസിന് കിട്ടിയില്ല. വയനാട് മണ്ഡലത്തിൽ 7-ൽ 3 UDFന് ജയിക്കാനായി. 2009-ൽ കോൺഗ്രസിന് 1.5 ലക്ഷം വോട്ടിന്റെ ലീഡ് കൊടുത്ത മണ്ഡലമാണ് വയനാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20,000 ഭൂരിപക്ഷമുണ്ടായിരുന്നുള്ളൂ. അമേഠിയിൽ 4 ലക്ഷം വരെ ഭൂരിപക്ഷമുണ്ടായിരുന്ന കോൺഗ്രസിന് ഇക്കഴിഞ്ഞ തവണ 1 ലക്ഷമായി കുറഞ്ഞു. രാജ്യത്തെ എണ്ണം പറഞ്ഞ VVIP മണ്ഡലങ്ങളിലൊന്നായി വയനാട് മാറി. ഇനി അമേഠിക്കും വാരണാസിക്കുമൊപ്പം വയനാടും ദേശീയ രാഷ്ട്രീയത്തിൽ ഉയർന്നു കേൾക്കാം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.